അതിനു പകരം അവൻ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. കുയിലേ, ഏതാണ് ആ പാട്ട്? कोयल सी मेरी बोली കുക്കു 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 കുക്കു. അത് കഴിഞ്ഞ് കൊലവെരി കൊലവെരി ബി പ പ പ പ പ പ പ. നിങ്ങളൊന്ന് പറയൂ സർപഞ്ചി, ഇതൊരു തമിഴ് പാട്ടല്ലേ? ഇവിടെ എന്തെങ്കിലും പാട്ട് മത്സരം നടക്കുകയാണോ? മഴക്കാലം അടുത്തു കഴിഞ്ഞിരുന്നു. ആകാശത്തെ ഇടിമുഴക്കവും മരച്ചില്ലകളുടെ ആട്ടവും പറയുന്നത് ഇനി അധികം ദിവസങ്ങളില്ല എന്നാണ്. ഗോരിയും ഭൂരയും എന്ന ആ കുരുവി ദമ്പതികളും അവരുടെ 2 കുഞ്ഞുങ്ങളും ഒരു മരക്കൊമ്പിലിരുന്ന് ആലോചനയിലായിരുന്നു. കേൾക്കൂ ഭൂര, എല്ലാ വർഷവും മഴ വരുമ്പോൾ നമ്മൾ നനഞ്ഞു കുതിരും. നമ്മുടെ കുഞ്ഞുങ്ങൾ രോഗികളാകും. ഇത്തവണ നമുക്കൊരു പക്കാ വീട് വേണം. നീ പറഞ്ഞത് ശരിയാണ് ഗോരി. ഇത്തവണ നമ്മൾ സർക്കാർ വീട് വാങ്ങും. പഞ്ചായത്തിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് ഞാൻ കേട്ടു. എല്ലാ പക്ഷികൾക്കും സർക്കാർ വീട്. 2 പേരും ചിറകടിച്ചുയർന്ന് സർപഞ്ച് ധോദാരാമിന്റെ ഓഫീസിലേക്ക് തിരിച്ചു. വഴിമധ്യേ അവർ മീനുമാമിയെ കണ്ടു. അവരൊരു മരക്കൊമ്പിലിരിക്കുകയായിരുന്നു. അരെ വാ, ഇത്ര രാവിലെ ഈ ദമ്പതികൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒന്നുമില്ല മീനുമാമി, മഴ വരാറായി. ഇത്തവണ കുഞ്ഞുങ്ങളുമായി ഈ ആകാശത്തിന് താഴെ നനയാൻ വയ്യ. സർപഞ്ച് തോതാരാമിനെ കണ്ട് സർക്കാർ വീടിനായി ഒന്ന് അപേക്ഷിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ സർക്കാർ വീട് സ്വപ്നം കാണുകയാണല്ലേ? എങ്കിൽ വഴിയിൽ ബ്രോക്കർ കാലുവിനെ കാണേണ്ടി വരും. കൈക്കൂലി ഇല്ലാതെ അവനൊരു പുൽക്കുടി പോലും അനക്കില്ല. അറിയാം മീനുമാമി, പക്ഷെ ശ്രമിക്കാതെ വയ്യല്ലോ. എല്ലാ വർഷവും കുഞ്ഞുങ്ങൾ രോഗികളാകുന്നു. അവർക്ക് വേണ്ടിയെങ്കിലും ഒരു നല്ല വീട് വേണം. ഇത്തവണ അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, നമ്മുടെ അവകാശമാണ് വേണ്ടത്. നടക്കൂ ഭൂര, വൈകുന്നു. ഭൂരയും ഗോരിയും പറന്നുപോകുമ്പോൾ മീനുമാമി അവരെ നോക്കി ഓർത്തു. കഷ്ടം, കാളു ബ്രോക്കർ അല്ലായിരുന്നെങ്കിൽ എനിക്കും ഇന്നൊരു നല്ല വീടുണ്ടായേനെ. എല്ലാ വർഷവും ഈ മഴക്കാലത്ത് ഇങ്ങനെ നനയേണ്ടി വരില്ലായിരുന്നു. പറന്നു പറന്ന് അവരൊരു വലിയ പേരാലിന്റെ ചുവട്ടിലുള്ള സർപഞ്ച് ധോദാരാമിന്റെ ഓഫീസിലെത്തി. സർപഞ്ച് ജി, നമസ്കാരം. ഞങ്ങൾക്കും ഒരു സർക്കാർ വീടിനായി അപേക്ഷിക്കണം. മഴ വരാറായി. ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ല. എല്ലാ വർഷവും മഴയിൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുന്നു. നോക്കൂ, പദ്ധതി എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ വഴി എളുപ്പമല്ല. ആദ്യം ബ്രോക്കർ കാലുവിനെ കാണൂ. അവനാണ് ഫോമുകൾ പൂരിപ്പിക്കുന്നതും കാര്യങ്ങൾ നീക്കുന്നതും. ഇതെന്താ, സർക്കാർ പദ്ധതിയോ അതോ കൈക്കൂലി പദ്ധതിയോ? സർക്കാർ പദ്ധതിയുടെ ലാഭം ലഭിക്കാനായി കടലാസു പണികൾ തീർക്കൽ നിർബന്ധമാണ്. അതിനായി നിനക്ക് ബ്രോക്കർ കാളുവിനെ കണ്ടുമുട്ടേണ്ടി വരും. ധോദാരാം പറഞ്ഞതനുസരിച്ച് നിവൃത്തിയില്ലാതെ അവർ ബ്രോക്കർ കാലുവിന്റെ ഓഫീസിലേക്ക് ചെന്നു. പുറത്ത് ഒരു പഴയ ബോർഡ് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു, കാലു ഹൗസിംഗ് സർവീസ്, സർക്കാരുമായി നേരിട്ടുള്ള ബന്ധം, ചെറിയൊരു സേവന ഫീസോടെ. ആഹാ, സർക്കാർ വീട് വാങ്ങാൻ വന്നതാണോ? ഞങ്ങൾ പാവങ്ങളാണ് കാലുബയ്യ. കുഞ്ഞുങ്ങൾക്കൊരു മേൽക്കൂര വേണം. അവർ മഴ നനഞ്ഞ് രോഗികളാവുകയാണ്. ഞങ്ങളോട് ദയ കാണിക്കൂ. വീട് വേണോ? എങ്കിൽ കൈക്കൂലി തരൂ. ഒരു പിടി ചോളം പൊടിയും 2 വലിയ ഏലക്കയും. എങ്കിലേ കാര്യം നടക്കൂ. ഇത്രയും വലിയ തുക കൈക്കൂലി നൽകാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇതൊരു കൊള്ളയാണ്. എങ്കിൽ മഴ നനഞ്ഞു തന്നെ ഇരുന്നോ. ഇവിടെ സർക്കാർ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കൈക്കൂലി ഇല്ലാതെ ഒന്നും നടക്കില്ല. മനസ്സിലായോ? നമുക്ക് പോകാം ഭൂര. കാലു ഭായിക്ക് നൽകാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. അടുത്ത ദിവസം പുലർച്ചെ ഗോരിയും ഭൂരയും കാട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ആൽമരം മുതൽ വേപ്പുമരം വരെയുള്ള എല്ലാ പക്ഷികളെയും അവർ സംഘടിപ്പിച്ചു. നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ആ ബ്രോക്കർ കാലുവിന് നമ്മളിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ കഴിയില്ല. നമ്മൾ ശബ്ദമുയർത്തണം, അല്ലെങ്കിൽ നമുക്ക് അർഹമായ വീട് നഷ്ടപ്പെടും. ഈ പദ്ധതി നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. സർക്കാർ വീട് നൽകുന്നത് ദരിദ്രർക്കാണ്, കാലുവിനെ പോലെയുള്ള ദല്ലാളന്മാർക്കല്ല. പതിയെ മയിൽ, കുയിൽ, ബുൾബുൾ, മൂങ്ങ, മൈന എന്നിവരും ഒപ്പം ചേർന്നു. എല്ലാവർക്കും പറയാൻ ഓരോ കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായിരുന്നു. കാളു ബ്രോക്കർ ഏതൊക്കെ പക്ഷികളെ വീട് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചോ
ആ ചതികളെല്ലാം ഇനി തോതാരാം സർപ്പഞ്ചിന്റെ മുൻപിൽ തുറന്നു പറയണം. അതെ, തീർച്ചയായും. കാലുവിന്റെ അഴിമതിയിൽ മനം മടുത്ത് എല്ലാ പക്ഷികളും സർപ്പഞ്ച് തോതാരാമിനെ കാണാൻ ചെന്നു. തോതാരാം എല്ലാവരുടെയും പരാതികൾ ശ്രദ്ധയോടെ കേട്ടു. സർപ്പഞ്ച് ജി, ഇതൊരു പദ്ധതിയോ അതോ ദല്ലാർ പണിയോ? ബ്രോക്കർ കാല് എല്ലാവരോടും കൈക്കൂലി ചോദിക്കുന്നു. അത് നൽകാതെ ഒരടിയും മുന്നോട്ട് പോകില്ല. ഞങ്ങൾ പാവം പക്ഷികളാണ്. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ വീട് മതി. പക്ഷേ ഈ കാലു, സർക്കാർ പദ്ധതിയുടെ ഉടമസ്ഥൻ അവനാണെന്നാണ് ഭാവം. കൈക്കൂലി കൊടുത്താലേ വീട് കിട്ടൂ എന്ന അവസ്ഥ. തോതാരാം എല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അപ്പോൾ കുയിലും മയിലും തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വിവരിച്ചു. വീടിന് പകരം അവൻ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. കുയിലേ, ഏതാണ് ആ പാട്ട്? कोयल सी मेरी बोली കുക്കു 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 കുക്കു. കുയിലിന്റെ സംസാരം കേട്ട് അവിടെ ഉണ്ടായിരുന്ന പക്ഷികളെല്ലാം ചിരിച്ചുപോയി. അതുകഴിഞ്ഞ് കൊലവെറി ബി പെ 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 പെ. നിങ്ങളൊന്ന് പറയൂ സർപ്പഞ്ച് ജി, ഇതൊരു തമിഴ് പാട്ടല്ലേ? ഇവിടെ എന്തെങ്കിലും പാട്ടു മത്സരം നടക്കുകയാണോ? അവൻ തോന്നിയതൊക്കെ പാടാൻ പറയാൻ. മയിലേ, നിനക്കെന്താണ് സംഭവിച്ചത്? അവൻ എന്നെ കൊണ്ട് ഒരുപാട് ഡാൻസ് ചെയ്യിപ്പിച്ചു. എൻ്റെ നടുവുളുക്കി സർപ്പഞ്ച് ജി. എന്നിട്ടും അവന് മതിയായില്ല. എന്നോട് മൂൺ വാക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മൈക്കിൾ ജാക്സൺ ഒന്നും അല്ലല്ലോ അത് ചെയ്യാൻ. ഇതൊക്കെ വലിയ അന്യായമാണ്. അവൻ അങ്ങനെ പറഞ്ഞോ? ഇത് വലിയ അന്യായമാണ്. അതെ സർപ്പഞ്ചി, അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വയസ്സൻ മൂങ്ങയ്ക്ക് സഹിക്കാനായില്ല. അയാൾ സംസാരിക്കാൻ തുടങ്ങി. സർക്കാർ പദ്ധതികൾ കടലാസിൽ മാത്രം പോരാ, അത് പാവങ്ങളുടെ അടുത്തേക്കെത്തണം. അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വിശ്വാസം നഷ്ടപ്പെടും. ശരി, നാളെ പഞ്ചായത്തിന്റെ പൊതുയോഗം ചേരും. കാലുവിനെയും വിളിക്കാം. ഇനി ജനകീയ കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ പോകൂ. സഭ അവസാനിച്ചു. എല്ലാവരും അവരവരുടെ കൂടുകളിലേക്കു മടങ്ങി. ഞാൻ കരുതിയത് കാലു ചെറിയൊരു ഫീസ് വാങ്ങി സേവനം ചെയ്യുകയാണെന്നാണ്. പക്ഷേ ഇവൻ പക്ഷികളെ ഉപദ്രവിക്കുകയാണല്ലോ. അടുത്ത ദിവസം രാവിലെ പഞ്ചായത്ത് മൈതാനത്ത് പക്ഷികളുടെ വലിയൊരു നിര തന്നെ എത്തി. കുയിൽ, പ്രാവ്, മൈന, കുരുവി, മൂങ്ങ, മയിൽ, ഗോരി, ഭൂര. കാലുവിന് അർഹമായ ശിക്ഷ ലഭിക്കുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ഉള്ളിലെ ചോദ്യം. കാലു, നിന്നെക്കുറിച്ച് പരാതികൾ ഏറെയാണ്. വീട് നൽകാമെന്ന് പറഞ്ഞ് നീ കൈക്കൂലി വാങ്ങി പാവങ്ങളെ പറ്റിച്ചു. നിനക്കെന്താണ് പറയാനുള്ളത്? സർപ്പഞ്ച് ജി, ഞാൻ വെറും സേവന ഫീസ് മാത്രമാണ് വാങ്ങിയത്. ഞാൻ സഹായിക്കുകയായിരുന്നു. ഞാനില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. കള്ളം. അവൻ കള്ളനാണ്, അഴിമതിക്കാരൻ. ശാന്തി. ശ്രദ്ധിക്കൂ, മനസ്സിലാക്കുന്നു നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന്. പക്ഷേ സമാധാനത്തോടെ മുന്നോട്ടു നീങ്ങിയാൽ എല്ലാവരുടെയും സ്വപ്നം സഫലമാക്കാം. ഇനിമേൽ കാളുവിന്റെ ഈ അഴിമതി ഞങ്ങൾ സഹിക്കില്ല. ഇവനെ കാട്ടിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, അതെ, അവനെ ഇവിടെ നിന്ന് പുറത്താക്കൂ. ഞങ്ങൾ തീരുമാനിച്ചു. കാലുവിനെ ഈ ചുമതലയിൽ നിന്ന് മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇനി ഒരു സർക്കാർ പദ്ധതിയിലും അവൻ ഭാഗമാക്കില്ല. അവൻ ഉടൻ തന്നെ ഈ കാട് വിട്ടുപോകണം. സർപ്പഞ്ച് ജി, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കൂ. ലോഭം കൊണ്ട് സംഭവിച്ചു പോയതാണ്. എനിക്ക് ഒരു അവസരം കൂടി തരൂ. ഞാൻ നന്നാകാം. സർപ്പഞ്ച് തന്റെ കടുത്ത തീരുമാനം പ്രഖ്യാപിച്ചു. നിന്റെ നന്മയ്ക്ക് നല്ലത് എത്രയും വേഗം ഈ കാട് വിട്ടു പോകുന്നതാണ്. നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾ എന്നോട് ചെയ്തത് ശരിയല്ല. ഈ അപമാനത്തിന് ഓരോരുത്തരോടും ഞാൻ പകരം വീട്ടും. ഒടുവിൽ പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി തന്റെ കറുത്ത ചിറകുകൾ വീശി ആകാശത്തേക്ക് പറന്നുപോയി. സർപ്പഞ്ച് തോത്താറാം ജംഗിൾ സഭയിൽ എല്ലാ പക്ഷികളുടെയും പ്രശ്നങ്ങൾ കേട്ട ശേഷം പറഞ്ഞു. ഞാൻ സർപ്പഞ്ച് തോതാരാം ജംഗിൾ പഞ്ചായത്തിന്റെ പേരിൽ മേസ്ത്രി കട്ട്ഫോർബയോട് കൽപ്പിക്കുന്നു. അടുത്ത 7 ദിവസത്തിനുള്ളിൽ എല്ലാ പക്ഷികൾക്കും ഉറപ്പുള്ളതും സുരക്ഷിതവുമായ വീടുകൾ നിർമ്മിക്കണം. ഇനി ഒരു പക്ഷിയും ഭവനമില്ലാതെ ഇരിക്കില്ല.
സർപഞ്ച് ധോദാരാം ആശാരി കട്ട്ഫോർബയ്ക്ക് വീട് പണിയാനുള്ള ഉത്തരവ് നൽകി. സർപഞ്ച് ജി, ഈ ഉത്തരവാദിത്തത്തിന് നന്ദി. ഞാൻ പൂർണ്ണ മനസ്സോടെ ജോലി ചെയ്യും. എല്ലാവർക്കും കൃത്യസമയത്ത് വീട് നൽകും. ഇത് കേട്ട് ഘോരിയും ഭൂരായും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലയ്ക്കുമേൽ ഒരു മേൽക്കൂരയുണ്ട്. അവരിനി മഴ നനയില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി നമുക്ക് പേടിയില്ലാതെ സമാധാനമായി ഉറങ്ങാം. സഭയിൽ സന്തോഷം അലതള്ളി. പക്ഷികളെല്ലാം ആവേശത്തോടെ ചിലയ്ക്കാൻ തുടങ്ങി. സർപഞ്ച് ധോദാരാം സിന്ദാബാദ്. സിന്ദാബാദ്. ആശാരിക്ക് ജയ്. സർപഞ്ച് ധോദാരാം സിന്ദാബാദ്. കട്ട്ഫോർബ ആശാരിക്ക് ജയ്. സർപഞ്ച് ധോദാരാം സിന്ദാബാദ്. കട്ട്ഫോർബ ആശാരിക്ക് ജയ്. സഭയിൽ സന്തോഷം അലതല്ലി. പക്ഷികൾ ഉച്ചത്തിൽ ചിലയ്ക്കാൻ തുടങ്ങി. എല്ലാവരും സർപ്പഞ്ചിനോട് നന്ദി പറഞ്ഞു മടങ്ങി. 7 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും വീട് ലഭിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ആഹാ, സ്വന്തം പുതിയ വീട്ടിലിരുന്ന് ഈ മഴ ആസ്വദിക്കാൻ എന്ത് രസമാണ്. അതെ ഗോരി, നീ പറഞ്ഞത് ശരിയാണ്. ഇനി മഴക്കാലത്ത് നമ്മുടെ മക്കൾക്കൊന്നും സംഭവിക്കില്ല. നോക്കൂ, അവരെത്ര സന്തോഷത്തിലാണ്.